ജൂലൈ 15 വിശുദ്ധ ബൊനവെന്തൂര മെത്രാൻ വേദപാരംഗതൻ. 1221 മുതൽ 1274 വരെ കാലഘട്ടം. ഫ്രാൻസിസ്കൻ ചൈതന്യം തുളുമ്പുന്ന ഒരു സെറാഫിക് വേദപാരംഗതനാണ് ബൊനവെഞ്ചർ. മധ്യ ഇറ്റലിയിൽ ബാഞ്ഞോ റേജിയോ എന്ന നഗരത്തിൽ 1221 ജൊവാനി ഫിദാൻസ മരിയ റിത്തേച്ച എന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് ജോൺ ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ കുട്ടിക്ക് കഠിനമായ ഒരു രോഗം പിടിപെട്ടു. അമ്മ ഫ്രാൻസിസ് അസീസിയെ സമീപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. കുട്ടി പൂർണ്ണസുഖം പ്രാപിച്ചു. വിശുദ്ധൻ പിന്നീട് കുട്ടിയെ കണ്ടപ്പോൾ സമാധിയിൽ ബോനാവെന്തൂര, അതായത് ഉത്തമ ഭാഗ്യം എന്ന് വിളിച്ചു. അങ്ങനെ ബൊനവെന്തൂര എന്ന പേരുണ്ടായി. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം റോമയിൽ ഫ്രാൻസിസ്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. അലക്സാണ്ടർ ഹെയിൽസ് മുതലായ പണ്ഡിതന്മാരുടെ കീഴിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. 1257 തൻ്റെ സ്നേഹിതൻ തോമസ് അക്വീനാസിനോടൊപ്പം ഡോക്ടറേറ്റ് നേടി. അലസമായ ജിജ്ഞാസയായിരുന്നില്ല പഠന ലക്ഷ്യം, പ്രാർത്ഥനാപൂർവം പഠിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് ഒരിക്കൽ ബൊനവെന്തൂരയെ സന്ദർശിച്ചപ്പോൾ ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ബൊനവെന്തൂര കുരിശുരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉറവിടം. ഞാൻ ക്രൂശിതനായ യേശുക്രിസ്തുവിനെ മാത്രം പഠിക്കുന്നു. പൗരോഹിത്യത്തിന് വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയാണ് ബൊനവെന്തൂര ഒരുങ്ങിയത്. 35 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഭയവിഹ്വലനായി സാഷ്ടാംഗം വീണു. വളരെ കണ്ണുനീരോടുകൂടെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നിയമങ്ങൾ അതേപടി വേണമെന്ന് ഒരു കൂട്ടരും മയപ്പെടുത്തണമെന്ന് വേറൊരു കൂട്ടരും വാദിക്കുന്ന കാലമായിരുന്നു. ബൊനവെന്തൂര മധ്യമാർഗം സ്വീകരിച്ചു. അക്കാലത്താണ് അദ്ദേഹം ഈശോയുടെ ദാരിദ്ര്യം എന്ന ഗ്രന്ഥം എഴുതിയത്. ഒരിക്കൽ തോമസ് അക്വീനാസ് വന്നപ്പോൾ ബൊനവെന്തൂര ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം എഴുതുന്നത് കണ്ടിട്ട് പറഞ്ഞു, ഒരു പുണ്യവാൻ്റെ ചരിത്രം വേറൊരു പുണ്യവാൻ എഴുതട്ടെ. ഒരിക്കൽ ബ്രദർ ഗൈൽസ് ബൊനവെന്തൂരയോട്, ഒരു പടുവിഡ്ഢിക്ക് പണ്ഡിതരെ പോലെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരു ദരിദ്രവൃദ്ധയ്ക്ക് ഒരു ദൈവശാസ്ത്ര പണ്ഡിതനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും എന്നായിരുന്നു മറുപടി. ബ്രദർ ഗൈൽസ് വിളിച്ചു പറഞ്ഞു, ദരിദ്രരെ, പാവപ്പെട്ട വൃദ്ധകളെ വരുവിൻ, നിങ്ങൾക്ക് പണ്ഡിതനായ ബൊനവെന്തൂര മൽപ്പാനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാം. 1265 യോർക്കിലെ ആർച്ച് ബിഷപ്പായി ബൊനവെന്തൂരയെ നിയമിച്ചു. തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അൽബോനായിലെ ബിഷപ്പും കാർഡിനലുമായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന 2 പ്രതിനിധികൾ വഴി മാർപ്പാപ്പ കൊടുത്തയച്ചു. പേപ്പൽ പ്രതിനിധികൾ വന്നപ്പോൾ അദ്ദേഹം ഫ്ലോറൻസിനടുത്ത് മിഗേൽ ആശ്രമത്തിൽ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. സ്ഥാനചിഹ്നങ്ങൾ അടുത്തു നിന്നിരുന്ന മരത്തിന്മേൽ തൂക്കിയിടുവാൻ നിർദ്ദേശിച്ചു. പാത്രം കഴുകിക്കഴിഞ്ഞ ശേഷം പേപ്പൽ പ്രതിനിധികളെ അദ്ദേഹം യഥോചിതം സ്വീകരിച്ചു. ലിയോൺ സൂനഹദോസിൽ 10-ാം ഗ്രിഗറി മാർപ്പാപ്പയുടെ വലതുവശത്തിരുന്ന് സൂനഹദോസ് നടപടികളിൽ പങ്കെടുത്തു. 1274 ജൂലൈ 15 പ്രഭാതത്തിൽ സൂനഹദോസിനിടയ്ക്ക് 53-ാമത്തെ വയസ്സിൽ ബൊനവെന്തൂര നിര്യാതനായി. സുന്ദരങ്ങളായ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഫ്രാൻസിസ്കനെ നാം അവയിൽ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. 1482 സിക്സ്തൂസ് 4-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്നും 1588 സിക്സ്തൂസ് 5-ാമൻ മാർപ്പാപ്പ തിരുസഭയിലെ വേദപാരംഗതനെന്നും പ്രഖ്യാപിച്ചു. വചനം 2 കൊറിന്തോസ് 1-ാം-അധ്യായം 11-ാം വാക്യം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സ്തോത്രമർപ്പിക്കുവാൻ ഇടയാകട്ടെ. വിചിന്തനം: ഒരു സന്യാസിയുടെ പരിപൂർണത സാധാരണ കാര്യങ്ങൾ കൂടി ഉത്തമമായി നിർവഹിക്കുകയാണ്. വിശുദ്ധ ബൊനവെന്തൂരയുടെ വാക്കുകൾ.